ഹായ്, നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് പഠിച്ചാലോ. നമുക്ക് 2026 കറണ്ട് അഫേഴ്സ് മന്ത്ലി വൈസ് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ മന്തായ ഏതാണ്? ജനുവരി മാസമാണ്. അപ്പൊ ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കുറച്ചെല്ലാം ഏകദേശം എല്ലാം ഉണ്ട് കേട്ടോ ജനുവരി മാസത്തിലെ. അപ്പൊ നോക്കിയോ, 2026 ജനുവരി പുതുവർഷം ആദ്യം ലോകത്ത് തന്നെ പുതുവർഷം ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപരാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കിരിബാത്തിയാണ്. കിരിബാതി. എടാ, കഴിഞ്ഞ വർഷവും 2025 പുതുവർഷം സ്വാഗതം ചെയ്ത ദ്വീപരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കിരിബാത്തിയാണ്. അതുപോലെ 2026 പുതുവർഷം ആദ്യം സ്വാഗതം അല്ലെങ്കിൽ പുതുവർഷം ആദ്യം എത്തിയ ദ്വീപരാഷ്ട്രം ചോദിച്ചാൽ ഏതാണ്? കിരിബാത്തിയാണ് കേട്ടോ. കിരിബാത്തി. എടാ നോക്കിയോ, ഗോവയിൽ പുതുതായിട്ട് ഒരു ജില്ലയും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഗോവയിൽ മുന്നേ 2 ജില്ലയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഗോവയിൽ പുതുതായിട്ട് 3ാമതൊരു ജില്ലയെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലയുടെ പേരാണ് കുശാവതി. എന്താണ്? കുശാവതി. കുശാവതി. ഓർക്കണം, ഗോവയിൽ മൂന്നാമത് പുതുതായിട്ട് പ്രഖ്യാപിച്ച ഒരു ജില്ലയുടെ പേരാണ് കുശാവതി. കുശാവതി. ഇനി രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ വനിത ആരാണെന്ന് അറിയാവോ? രാജ്യാന്തര 2020 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വനിതയാണ് ആര്? ദീപ്തി ശർമ്മ. ആരാണ്? ദീപ്തി ശർമ്മയാണ് രാജ്യാന്തര 2020 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വനിതയാണ് ദീപ്തി ശർമ്മ. ഇനി നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. എന്താണ് ചീഫ് ജസ്റ്റിസിന്റെ പേര്? ജസ്റ്റിസ് സൗമൻ സെൻ. ആരാണ്? നമ്മുടെ കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് പുതിയൊരു നികുതി നിരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ശതമാനമാണെന്ന് അറിയാവോ? 40%. അത് നിലവിൽ വരുന്നത് വന്നു കഴിഞ്ഞു. 2026 ഫെബ്രുവരി 1 മുതലാണ്. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയ നികുതി നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 40% കേട്ടോ. 40%. ഇനി സ്ത്രീ ശാക്തീകരണവും അതുപോലെ സുരക്ഷയും ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് കനൽ. അപ്പൊ കനൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കനൽ? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. കനൽ എന്താണ്? കനൽ സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. എടാ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിഴൽ? നിഴൽ നിഴൽ എന്താണ്? നിഴൽ ഓർക്കുമ്പോൾ നമ്മൾ രാത്രിയായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. എന്താണ് നിഴൽ എന്ന് ചോദിച്ചാൽ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ആരുടേതാണെന്ന് ചോദിച്ചാൽ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ കേട്ടോ. അപ്പൊ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നിഴൽ. അപ്പോ കനലും നിഴലും മറന്നുപോയത്. കനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. എന്നാൽ നിഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ. നിഴൽ. ഇനി 2026 അമേരിക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റുണ്ട്. ആ ചുഴലിക്കാറ്റിന്റെ പേരാണ് എസ്ര. എന്താണ്? എസ്ര. എസ്ര. അപ്പോ 2026 അമേരിക്കയിൽ കനത്ത നാശനഷ്ടത്തിന് ഇടയായ ചുഴലിക്കാറ്റിന്റെ പേരാണ് എസ്ര. എസ്ര മറന്നു പോകരുത്. ചുഴലിക്കാറ്റിന്റെ പേരാണ് എസ്ര. അപ്പൊ ഒന്നും കൂടി പറയാം. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞിട്ട് പോവാം. അതായത് 2026 പുതുവർഷം സ്വാഗതം ചെയ്ത ആദ്യത്തെ ദ്വീപരാഷ്ട്രം ചോദിച്ചാൽ ഏതാണ്? കിരിബാത്തിയാണ്. ഗോവയിൽ പുതിയതായിട്ടൊരു ജില്ലയും കൂടി വന്നിട്ടുണ്ട്. 3ാമത്തെ ജില്ലയാണ്. അതിന്റെ പേരാണ് കുശാവതി. പിന്നെ രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വനിതയാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ദീപ്തി ശർമ്മയാണ്. ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് പുതുക്കിയ നികുതി നിരക്ക് വന്നിട്ടുണ്ട്. എത്രയാണ്? 40%. പിന്നെ നമ്മൾ 2 പദ്ധതികൾ പഠിച്ചു, കനലും നിഴലും. എന്താണ് കനൽ എന്ന് ചോദിച്ചാൽ സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. നിഴൽ എന്താണെന്ന് ചോദിച്ചാൽ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ. പിന്നെ നമ്മൾ പറഞ്ഞു 2026 അമേരിക്കയിൽ നാശനഷ്ടം വിതച്ച ഒരു ചുഴലിക്കാറ്റുണ്ട്. ചുഴലിക്കാറ്റിന്റെ പേരാണ് എസ്ര. ചുഴലിക്കാറ്റിന്റെ പേരാണ് എസ്ര. അടുത്തത് അരി ഉൽപാദനത്തില് ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ 1ാമതെത്തിയ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം ഇന്ത്യ. ഇപ്പൊ അരി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. മുന്നേ ആർക്കായിരുന്നു? ചൈനയ്ക്കായിരുന്നു. ഇപ്പോ ചൈനയെ മറികടന്നുകൊണ്ട് ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് ആരെത്തിയിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അരി ഉൽപാദനത്തിൽ ഇപ്പൊ നിലവിൽ 1ാം സ്ഥാനത്ത് ആരാണ്? ഇന്ത്യയാണ്. 2ാം സ്ഥാനത്ത് ആരായിരിക്കും? അത് ചൈനയാണ്. ചൈന. എടാ, എന്നാണ് രജിസ്ട്രേഷൻ ദിനം? രജിസ്ട്രേഷൻ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 4 ആണ് രജിസ്ട്രേഷൻ ദിനം. എന്നാണ്?
ജനുവരി 4 രജിസ്ട്രേഷൻ ദിനം. ഇനി 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അത് ജില്ല ചോദിച്ചാൽ എറണാകുളമാണ്. എവിടെയാണ് നടക്കുന്നത്? കൊച്ചിയിലാണ്. അപ്പോൾ 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കൊച്ചി. 38ാമത്തെ ആണ് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കൊച്ചി. ഇനി സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം. അപ്പൊ എന്താണ് ഒറ്റപ്പാലം? ഒറ്റപ്പാലത്തിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത്. ഇനി രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയാണ്. എന്താണ്? കുടുംബ കോടതി. ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതിയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് എവിടെയാണ്? ശാസ്താംകോട്ടയാണ്. അപ്പൊ ഒറ്റപ്പാലം എന്തായിരുന്നു? ഒറ്റപ്പാലം അത് സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം ആണ് എവിടെ? ഒറ്റപ്പാലത്ത്. ഇനി ശാസ്താംകോട്ട എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതിയാണ് എവിടെ? ശാസ്താംകോട്ട. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം. അപ്പൊ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയുടെ ആത്മകഥ എന്താണ് അറിയാവോ? ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. മദർ മേരി കംസ് ടു മീ. അതേതാണ്? മദർ മേരി കംസ് ടു മീ ആണ് അരുന്ധതി റോയിയുടെ ആത്മകഥ. ഇപ്പൊ നമ്മൾ അരുന്ധതി റോയെ കുറിച്ച് പഠിച്ചത് എന്താണ്? 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയുടെ ആത്മകഥയാണ് ഇതെന്ന് പറയുന്നത് മദർ മേരി കംസ് ടു മീ. ഇനി സ്പൈസസ് ബോർഡ് നമുക്കറിയാം. സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജന പട്ടികയിൽ പുതുതായിട്ട് ഒരു സാധനത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? അതാണ് ഉലുവ ഇല. ഉലുവ അറിയാലോ? ഈ ഉലുവ ഇലയാണ് സ്പൈസസ് ബോർഡ് പുതുതായിട്ട് സുഗന്ധവ്യഞ്ജന പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോ സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജന പട്ടികയിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ചോദിച്ചാൽ ഏതാണ്? ഉലുവ ഇല. ഏതാണ്? ഉലുവ ഇല. എടാ, KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ അല്ലേ? മോഹൻലാൽ. അപ്പോ KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. ഇപ്പൊ പറഞ്ഞു നമുക്ക് ഒരിക്കൽ കൂടി പറയാം. അരി ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ ചൈനയെ മറികടന്ന് ഇപ്പൊ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പൊ 2ാം സ്ഥാനത്ത് ചൈനയാണ്. രജിസ്ട്രേഷൻ ദിനം എന്നാണെന്ന് പറഞ്ഞു? ജനുവരി 4 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അത് എറണാകുളം, കൊച്ചിയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തീകരിച്ചത് ഒറ്റപ്പാലത്താണ്. പിന്നെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി സ്ഥാപിതമാകുന്നത് ശാസ്താംകോട്ടയിലാണ്. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ്. അപ്പൊ നമ്മൾ അരുന്ധതി റോയുടെ ആത്മകഥ പറഞ്ഞു. മദർ മേരി കംസ് ടു മീ ആണ്. പിന്നെ സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജന പട്ടികയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഉലുവ ഇലയാണ്. ഇനി KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ. ഇനി 2026 ഹരിവരാസനം പുരസ്കാരം അല്ലെ? ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഹരിവരാസനം പുരസ്കാരമൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ 2026 ഹരിവരാസനം പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് തിരുവിഴ ജയശങ്കറിനാണ് കേട്ടോ. ആർക്കാണ്? തിരുവിഴ ജയശങ്കർ. ശ്രീ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഏതാണ് അദ്ദേഹം ചോദിച്ചാൽ അത് ഏതാണ്? നാഗസ്വര വിദ്വാനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നാഗസ്വരമാണ്. അപ്പൊ നാഗസ്വര വിദ്വാനായിട്ടുള്ള ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത്. ഓർത്തു വെച്ചേക്ക്. അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 2026 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? അത് തിരുവിഴ ജയശങ്കറിനാണ്. അദ്ദേഹത്തിന്റെ മേഖല ചോദിച്ചാൽ ഏതാണ്? അത് നാഗസ്വര വിദ്വാനാണ് ഈ തിരുവിഴ ജയശങ്കർ എന്ന് പറയുന്നത്. ഇനി രാജ്യത്തെ ആദ്യത്തെ കടലാസ് രഹിത ജുഡീഷ്യൽ കോടതി ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ജുഡീഷ്യൽ കോടതിയാണ് കൽപ്പറ്റ കോടതി. ഏതാണ്? കൽപ്പറ്റ. രാജ്യത്തെ തന്നെ ആദ്യത്തെ കടലാസ് രഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കൽപ്പറ്റയാണ്. കൽപ്പറ്റ. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം. സർക്കാർ സ്കൂളുകളിൽ പത്രം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും വായിക്കണം. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇനി കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏതാണ്? നമുക്കറിയാം, ആറളം. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏതാണ്? ആറളമാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി. ISROയുടെ 2026 ആദ്യത്തെ വിക്ഷേപണം ഏതാണെന്ന് അറിയാമോ?
2026 ISROയുടെ ആദ്യ വിക്ഷേപണമാണ് EOS-N1. EOS-N1 വാഹനം ഏതാണ്? PSLV-C 62 കേട്ടോ. അപ്പൊ PSLV-C 62 എന്താണ് 2026 ആദ്യത്തെ വിക്ഷേപണം നടത്തിയത്. ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? EOS-N1 ആണ്. EOS-N1. പിന്നെ 2026 ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണെന്ന് അറിയാമോ? 2026 ശൈത്യകാല ഒളിമ്പിക്സ് അല്ല, ശൈത്യകാല പാരാലിമ്പിക്സിന്റെ വേദി. അപ്പോൾ 2026 ശൈത്യകാല പാരാലിമ്പിക്സിന്റെ വേദി ഇറ്റലിയാണ്. 2026 ശൈത്യകാല പാരാലിമ്പിക്സിന്റെ വേദി എവിടെയാണ്? അത് ഇറ്റലിയിലാണ്. എന്നാൽ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് അറിയാമോ? കോമൺവെൽത്ത് ഗെയിംസ് അത് ഗ്ലാസ്ഗോ ആണ് കേട്ടോ. ഗ്ലാസ്ഗോ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലൂടെ സ്കോട്ട്ലാൻഡ്. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അത് ഗ്ലാസ്ഗോ ആണ്. ഗ്ലാസ്ഗോ എവിടെയാണ്? സ്കോട്ട്ലൻഡ് ആണ്. എന്നാൽ 2026 ശൈത്യകാല പാരാലിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഇറ്റലിയാണ്. ഇപ്പൊ പറഞ്ഞതൊരിക്കൽ കൂടി നോക്കിയാലോ. 2026 ഹരിവരാസന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ്. അദ്ദേഹം ഏത് മേഖലയാണ്? നാദസ്വര വിദ്വാനാണ്. പിന്നെ രാജ്യത്തെ ആദ്യത്തെ കടലാസ് രഹിത ജില്ലാ കോടതിയാണ്, ജില്ലാ ജുഡീഷ്യൽ കോടതിയാണ് കൽപ്പറ്റ കോടതി. പിന്നെ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ആറളത്താണ്. 2026 ISROയുടെ ആദ്യത്തെ വിക്ഷേപണമാണ് EOS-N1. വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV-C 62. പിന്നെ പറഞ്ഞു 2026 ശൈത്യകാല പാരാലിമ്പിക്സിന്റെ വേദി ഇറ്റലിയും 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് സ്കോട്ട്ലൻഡിലാണ് ഗ്ലാസ്ഗോ. എന്താണ് ഗ്ലാസ്ഗോയുടെ പ്രത്യേകത? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. അടുത്തത് 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആരാണെന്നാണ്. 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ വിയപുരം ചുണ്ടനാണ്. 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആരാണ്? വിയപുരം ചുണ്ടനാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ചാൽ നടക്കുന്നതെന്ന് അറിയാവോ? അത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ 2026 ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മളിപ്പോ 3 വേദി പഠിച്ചല്ലേ. 2026 ശൈത്യകാല പാരാലിമ്പിക്സിന്റെ വേദി അത് ഇറ്റലിയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 വേദി അത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. പിന്നെ എന്താണ്? ബ്രിക്സ് ഉച്ചകോടി 2026 അത് ഇന്ത്യയിലാണ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് S ഹരീഷിനാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ എത്രാമത്തെ? 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് S ഹരീഷിനാണ്. ഏത് നോവലിനാണെന്ന് അറിയാവോ? അത് പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന ഒരു നോവലിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് കേട്ടോ. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് S ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് പട്ടുനൂൽ പുഴു, മറന്നു പോകരുതേ. ഇനി BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് അറിയാമോ? BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് പ്രവീൺ കുമാർ കേട്ടോ. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് പ്രവീൺ കുമാർ. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് ആര്? പ്രവീൺ കുമാർ. ഇനി ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ, അതായത് വിസരഹിത യാത്ര സൗജന്യമായി പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ട്. അത് ഏത് രാജ്യമാണെന്ന് അറിയാമോ? അതാണ് ജർമ്മനി കേട്ടോ. അപ്പോ ജർമ്മനി എന്ത് തന്നു? ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ എന്ത് ചെയ്യാം? ജർമ്മനിയിലോട്ട് പോവാം. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച, വിസ ഇല്ലാതെ യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ജർമ്മനി. അപ്പൊ ജർമ്മനി പോവാൻ ഇനി എന്ത് വേണ്ട? വിസ വേണ്ട. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ മുതൽ എവിടെയാണെന്ന് അറിയാവോ? നമുക്കിപ്പോ അറിയാം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സർവീസ് എവിടെ മുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൗറ മുതൽ കാമാഖ്യ വരെയാണ്. ഈ ഹൗറ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഇനി കാമാഖ്യ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുവാഹത്തിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ ഹൗറ മുതൽ കാമാഖ്യ വരെയാണ്. ഈ ഹൗറ എവിടെയാണ്? ഹൗറ കൊൽക്കത്തയിലും കാമാഖ്യ ഗുവാഹത്തിയിലുമാണ്. ഇനി ഇന്ത്യയുടെ 92ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? 92 എത്തിയിട്ടുണ്ട്. 92ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അത് ആര്യൻ വർഷ്ണേയാണ്. അപ്പൊ ആരാണ്? ആര്യൻ വർഷ്ണേയാണ് 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ ഇന്ത്യയുടെ 92ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അത് ആര്യൻ വർഷ്ണേയാണ്. ഇനി നോക്കിയോ 2025 പ്രസിദ്ധീകരിച്ച 2025 പ്രസിദ്ധീകരിച്ച നമ്മുടെ K സച്ചിദാനന്ദൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ 2025 പ്രസിദ്ധീകരിച്ച K സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. ഏതാണ്? അവിരാമം 2025 പ്രസിദ്ധീകരിച്ചത്. 2025 പ്രസിദ്ധീകരിച്ച ആരുടെ? K സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം.
ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ആണവ നിലയം സ്ഥാപിക്കുന്ന രാജ്യം ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. ഇതാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണവ നിലയം സ്ഥാപിക്കുന്ന രാജ്യമാണ് ചൈന. ഇനി നമ്മൾ പറഞ്ഞത് നമുക്കറിയാം ജനുവരി 25 പ്രത്യേകത എന്താണ്? സമ്മതിദായക ദിനമാണ്. അപ്പൊ ഇനിയിപ്പോ ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. തീം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഇന്ത്യ മൈ വോട്ട്. എന്താണ്? മൈ ഇന്ത്യ മൈ വോട്ട്, അതാണ് തീമായിട്ടോ. അപ്പൊ ജനുവരി 25 സമ്മതിദായക ദിനമാണ്. ഈ 2026 സമ്മതിദായക ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മൈ ഇന്ത്യ മൈ വോട്ട്. അപ്പൊ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആരാണ്? അത് വിയപുരം ചുണ്ടനാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? ഇന്ത്യയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് എസ് ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? പട്ടുനൂൽ പുഴുവാണ്. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? പ്രവീൺ കുമാർ. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയ രാജ്യമാണ് ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ ഹൗറ, കൊൽക്കത്തയിലെ ഹൗറ മുതൽ ഗുവാഹത്തിയിലെ കാമാഖ്യ വരെയാണ്. പിന്നെ ഇന്ത്യയുടെ 92ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അത് ആര്യൻ വർഷ്ണേയാണ്. പിന്നെ 2025 പ്രസിദ്ധീകരിച്ച കെ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ആണവ നിലയം സ്ഥാപിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. പിന്നെ പറഞ്ഞു ജനുവരി 25 എന്താണ്? സമ്മതിദായക ദിനമാണ്, വോട്ടേഴ്സ് ഡേ ആണ്. ഈ ജനുവരി 25 2026 തീം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഇന്ത്യ മൈ വോട്ട്. എന്താണ്? മൈ ഇന്ത്യ മൈ വോട്ട്. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2026 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് കാണാം.